ഫ്രണ്ട്സ്, നമുക്കിന്ന് വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാം. ഇപ്പോൾ നോമ്പ് സീസണൊക്കെയാണ്. അപ്പോൾ നമുക്ക് മീനൊന്നും ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതുപോലെ വെജിറ്റബിൾസ് വെച്ചിട്ട് മീനിന് പകരം, മീൻ ഫ്രൈഡ് അത്ര ടേസ്റ്റ് അല്ല എങ്കിലും നമുക്ക് മീനിന് പകരമായിട്ട് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും യൂസ് ചെയ്യാൻ ചോറിൻ്റെ കൂടെ. ഇതുപോലെയുള്ള സീസണിലാണ് നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇതില് വഴുതനങ്ങ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ തിന്നായിട്ട് കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പൊ നമ്മൾ തിക്കായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ ഡിഷ് ഉണ്ടാക്കി കഴിയുമ്പോൾ. പക്ഷെ ആ ഒരു ഉള്ളിലെ വഴുതനങ്ങയുടെ ആ ഒരു സോഫ്റ്റ്നെസ് അങ്ങനെ നിൽക്കും, നമുക്ക് ആ ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് വഴുതനങ്ങ ഫ്രൈ റെഡിയാക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മള് ബ്രിഞ്ചോള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, അരിപ്പൊടി, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. നമ്മളിപ്പോൾ ബ്രിഞ്ചോള് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടേക്കാണ്. അതിന്റെ കളർ ചേഞ്ച് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അരിപ്പൊടി യൂസ് ചെയ്യുന്നത് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് മസാല റെഡിയാക്കാം. നമുക്കൊരു ബൗളിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, നമ്മളിപ്പോൾ ഒരു 2 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് നമ്മുടെ എരിവനുസരിച്ചിട്ട് നമുക്ക് പെപ്പർ പൗഡറും ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, വഴുതനങ്ങയ്ക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ പീസസ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് പൗഡേഴ്സ് എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വഴുതനങ്ങയുടെ പീസിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വഴുതനങ്ങയിൽ നമ്മുടെ പൗഡേഴ്സ് എല്ലാം മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വഴുതനങ്ങയുടെ പീസിലെല്ലാം അരിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. കറിവേപ്പില, ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ പീസ് ചേർക്കാം. നമുക്ക് എപ്പോഴും നല്ല വലിപ്പമുള്ള വഴുതന കിട്ടുകയാണെങ്കിൽ അതാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. അല്ലെങ്കിൽ അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പം നമ്മൾ വഴുതനങ്ങ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇതിപ്പോൾ നല്ല ക്രിസ്പിയാണ്, നമുക്ക് തിരിച്ചിടുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതുപോലെ ഈ സൈഡ് നമുക്ക് 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബ്രിഞ്ചോള് നന്നായിട്ട് 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചോറിന്റെ കൂടെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. നമ്മുടെ കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഡിഷുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.